ആണല്ലോ മോളേത്. ഇപ്പോൾ ഇതാ നമ്മൾ ബോട്ടിയും ഇവിടെ കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ചായ ഉച്ചണ്ടേ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ്. നമ്മൾ ഈദിൻ്റെ പിറ്റേന്നുള്ള വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നല്ല മഴയുണ്ട്. രാവിലെ തന്നെ സമയം 8 മണിയായിട്ട് നമ്മൾ ചായ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ആരുമില്ലേ, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഓലൊക്കെ പോയല്ലോ ഇതിൻ്റെ അന്ന് ഉച്ചനേരം. പിന്നെ ഓലൊക്കെ പോയി. വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് വിചാരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ വ്ളോഗൊക്കെ എല്ലാവരും പോയി കാണും കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണം, പത്തിരി ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ബോട്ടി കിട്ടീന്, അതിന് ഫ്രൈ ആക്കണം. പിന്നെ ഇൻട്രോ എടുക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് അല്ലേ. എന്താ പറയുക, വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് തോന്നി ഇൻട്രോ എടുക്കൽ. എന്താ വെച്ചാൽ നമുക്ക് റിംഗ് ലൈറ്റോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ നല്ല മഴ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെയും ഉറങ്ങി. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എണീക്കുന്നത്. രാവിലെ ചെറുതായിട്ടൊരു കട്ടൻ ചായയൊക്കെ കുടിക്കുക. അതൊക്കെ കുടിച്ചിട്ട് ഞാൻ സിറ്റൗട്ടൊക്കെ വന്നപ്പോഴാണ് ന്യൂസ് പേപ്പർ കണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് ഓടിച്ച്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ന്യൂസൊക്കെ കണ്ടൊന്ന് നോക്കുന്നല്ലാതെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഒരാളിവിടെ എണീറ്റ് നേരെ ഫോണിലേക്കാട്ടോ വന്ന്. ഓൾ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ചില നേരെ ഒരു വാശിയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ബോട്ടിയും ഇവിടെ കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറി വെക്കണം. പിന്നെ പത്തിരി വാട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് ചൂട് തണിയാൻ വേണ്ടി വെച്ചേട്ടോ. ഇനി നമ്മൾ ഈ കറി വെക്കാൻ പോവാന്ന്. ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ തന്നെ അതുകൊണ്ട് വെക്കൽ എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇനി വെച്ച് നോക്കാം. അങ്ങനെ ഞാൻ കറിയൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ പോയി. ഈ സമയം എന്ന് പറയുന്നത് മഴ ഒന്നും പെയ്യുന്നില്ല ഇനി. അതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റടിക്കാൻ വേഗം എളുപ്പമാകുമല്ലോ. മഴ പെയ്താൽ എന്നറിയാലോ, മുറ്റൊക്കെ ആകെ നനഞ്ഞെടുക്കും. ഇലകളും ഒക്കെ നനഞ്ഞത് കൊണ്ട് നമുക്ക് അടിക്കുമ്പോൾ ഒന്നും കൂടി കിട്ടില്ല. എനിക്ക് ഭയങ്കര മടി കേട്ടോ. മഴ ഉള്ളപ്പോൾ മുറ്റടിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിലെത്തിയപ്പോൾ ഉമ്മ പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതിന് ഞാൻ ചുട്ടെടുക്കാനേ ഉള്ളൂ കേട്ടോ. പിന്നെ കറി ഓൾറെഡി ഉമ്മ ഞാൻ സ്റ്റൗവിൽ വെച്ച് പോയതതിനുള്ള അത് ഉമ്മ എടുത്ത് വറവൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇനി നമുക്ക് പത്തിരി ഒന്ന് ചുട്ടെടുക്കാനുണ്ട്.
അപ്പോൾ ഞാൻ പത്തിരി ചൂടുകയാണ്. ഉമ്മ അവിടുന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പിന്നെ അനിയനും ആരും തന്നെ എണീറ്റില്ല കേട്ടോ. പിന്നെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം ഉറക്കാന്ന് പോലൊക്കെ. നമ്മൾ സമയം ഇപ്പോൾ 9:30 മണിയെങ്ങാനും അതിന് രാവിലത്തെ ചായ ഇതുവരെക്കും കുടിച്ചില്ല. സാധാരണ ജാബുള്ളപ്പോൾ ഓൾ 8 മണിയാകുമ്പോൾക്ക് ചായ റെഡി ആക്കലുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഉമ്മ അതുകൊണ്ട് തന്നെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു ഉറങ്ങി എണീറ്റതാണ്. 8 മണി വരെ ഉറക്കം തന്നെ ആയിരുന്നു. പിന്നെ ഉമ്മ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നില്ല കേട്ടോ. ഉമ്മൻ്റേതായ ഖുർആനോത്തും അങ്ങനെ ഓരോ കാര്യമായിട്ട് ഉമ്മ നടക്കും. അപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് ഞങ്ങൾ കയറണേ എന്തായാലും 8 മണി ആവലുണ്ട് സാധാരണ ഓളില്ലാത്ത ടൈമിൽ കേട്ടോ. എന്തോ ഒരു മടിയാണ് രാവിലെ തന്നെ എണീറ്റ്. എനിക്ക് കുറച്ച് നേരം എണീറ്റാൽ കുറച്ച് എന്താ പറയുക ചായയൊക്കെ കുടിച്ച് രാവിലെ തന്നെ ചെറിയൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ ഒന്ന് എന്തെങ്കിലും ഫോണോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിച്ചോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയിട്ടാണ് ഞാൻ കിച്ചണിൽ കയറൽ കേട്ടോ. അപ്പോൾ ഓളോട് ഞാൻ ഓൾറെഡി ഇവിടെ ഉള്ളപ്പോൾ ഞാൻ പറയലുണ്ട് ഇനി വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ബോട്ടി ഒന്നുകൂടി ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കാന്ന് കേട്ടോ. പിന്നെ ഇത് ആരെങ്കിലും കഴിക്കലുണ്ടോ എന്തെന്നാണ് എനിക്ക് ഇതിൻ്റെ മൂത്തമ്മൻ്റെ മോള് തന്നതതിനു ഞാൻ പെരുന്നാളിന് അവിടെ പോയപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതും കപ്പയും കൂട്ടി തിന്നണം. ബെസ്റ്റ് കോംബോ ആണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കുരുമുളക് ഇട്ട് വെച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഹലോ, ചായ ഉച്ചണ്ടേ? ഫോനുണ്ട് നയിക്ക്, ഫോനുണ്ടേനു ഇനി കാണാ. ഹലോ, മതി കണ്ടത്, ഇത്തിരി നേരായി. ചോയല്ല പത്തിരി. അങ്ങനെ പിന്നെ മോക്ക് ചായയൊക്കെ കൊടുത്ത് ഞങ്ങൾ കുടിച്ച്, ഞാനും അനിയനും ഉമ്മയൊക്കെ ചായ കുടിച്ച്. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനുണ്ട്. ഇനിയും അകങ്കൊലായി അടിച്ചു വാരാന്ന്. മുറ്റം ഞാൻ ഓൾറെഡി അടിച്ചു, ഇനി അലക്കാനുണ്ട്, തൊടിക്കാനുണ്ട്, അങ്ങനെ ഓരോ പണികളുണ്ട് കേട്ടോ. ബേബിയുടെ ബേബി ഉറങ്ങിയോ? ഹലോ വിളിച്ചോക്ക്, ഫോണിൽ ഹലോ പറഞ്ഞോക്ക്. ഇപ്പം നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുവാരലും അതേപോലെ അലക്കലും തോരിടലൊക്കെ കഴിഞ്ഞ് ഇനി തൊടിക്കാനുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ കുളിക്കണം. പിന്നെ ഇന്നലത്തെ കുറച്ച് ഫുഡൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് മന്തിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഉച്ചക്കിലേക്ക് അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് അരി ഇട്ടിക്കുന്നത്. ഇനി അടുത്ത പരിപാടി തൊടിക്കലാണ്. ഞാൻ ബെഡ്റൂമൊക്കെയാണ് തൊടിച്ച്, ഇനി ഡൈനിങ് ഹാളും കിച്ചണൊക്കെയാണ് തൊടിക്കാനുള്ളത്. അപ്പോൾ തൊടിച്ചിട്ട് ഇനി നമുക്ക് കുളിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഉച്ചക്കിലൊക്കെയുള്ള ലഞ്ച് ഒക്കെ ഉമ്മ കേട്ടോ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഉമ്മക്കുള്ള ചോറ് കറിയൊക്കെ ഉമ്മക്കും ഉപ്പക്കും ഇങ്ങനെ എന്താ പറയുക, നമ്മളെ പെരുന്നാളിന് മന്തി ചെയ്യുന്നില്ല, അതൊന്നും ഉമ്മക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒന്നും ഉമ്മ അങ്ങനെ അധികം കഴിക്കൂല. അപ്പോൾ ചിക്കന് അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ. ബീഫ് കുഴപ്പമില്ല. അപ്പോൾ ഉമ്മക്ക് നാടൻ ചോറിനോടാണ് കൂടുതലും ഇഷ്ടം. കുളിക്കാൻ വേണ്ടിയൊക്കെ റെഡി ആയിക്കൊണ്ട് നിന്നപ്പോഴാണ് ഒരു അടിപൊളി മഴ ചെയ്ത്. അപ്പോൾ ഞാനും മോളും കൂടി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഓൾക്കെന്ന് അറിയുന്നത് മൈലാഞ്ചി ഞാൻ കൈമലൈന് ഇട്ടെടുത്തു. അപ്പോൾ കാലിന് നികത്തുമ്മലും ഇടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ട്യൂബൊക്കെ എടുത്തുകൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഓളെ കുളിപ്പിക്കാനും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് ചോറും എടുത്ത് നല്ലൊരു ഉറങ്ങി. ഫ്രണ്ട്സ്, നമ്മൾ ഭക്ഷണം കഴിക്കലും ഉറങ്ങലൊക്കെ കഴിഞ്ഞ് ഇപ്പം 5:30 മണിയായിട്ടോ. ഞങ്ങൾ കാക്കൻ്റെ വീട് പണി ഉണ്ട് അവിടെ മുകളിൽ, അവിടെ പോകാൻ നിൽക്കുകയാണ്. ഉമ്മ ഓൾറെഡി മുമ്പേ പോയി. അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് വരാം.
അപ്പോൾ കാക്കൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോന്നിക്കതിനും ഉമ്മ. അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും പോരുന്നുണ്ട്, ഒറ്റയ്ക്കായിട്ട് എന്തോ ഒരു ഇത് എടുങ്ങേറ്. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞാൽ ബാക്കിൽ പോരുന്നേ, അക്കം പോലെ പോരുന്നേ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത്. നമ്മളെ വീടിൻ്റെ കുറച്ച് ഇങ്ങോട്ട് തന്നെ കേട്ടോ കാക്ക വീടുണ്ടാക്കുന്ന പണികളൊന്നും ഫുള്ളായിട്ടൊന്നുമില്ല. അപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം ഒക്കെ ഒന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ സീലിങ്ങിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ വീടൊന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയാലും കാണിക്കുന്നില്ല. പൂച്ച എന്താ കളിക്കുന്നത്? അപ്പോൾ അവിടെ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടായിന്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഉമ്മയും ഞാനും കൂടെ വന്നിക്കഴിഞ്ഞു. ഉമ്മ കുറച്ചൊക്കെ അടിച്ചു വാരിയൊക്കെ തീയിടുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് എന്ന് പറയാൻ പ്ലാസ്റ്റിക് ഒന്നല്ല കേട്ടോ, നമ്മളെ സിമെൻറ്റിൻ്റെ അതേപോലെ എന്താ പറയുക ആശാരിമാരെ വർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഓരോ വയറിങ്ങിൻ്റെ ഒക്കെ പെട്ടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇനിയെ കത്തിക്കാനുള്ള. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.